ഇസ്രയേലിൻ്റെ ഖത്തർ ആക്രമണത്തെ UN രക്ഷാസമിതി ഏകകണ്ഠമായി അപലപിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അമേരിക്കയുടെ എതിർപ്പ് ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് തിരിച്ചടിയായി. ഗസയിൽ ഇസ്രയേലി ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുമ്പോൾ ഈ വാർത്തകളെ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം VP ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് VP ജെയിംസ്. ജെയിംസിന് സന്തോഷം വരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഖത്തറിലെ ഇസ്രയേലിന്റെ ആക്രമണം വിചാരിച്ചതുപോലെ ശരിയായില്ല എന്ന് ഇസ്രയേൽ തന്നെ പറയുന്നു. ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയാണ്. എവിടേക്കൊക്കെ കിട്ടുന്നു അവിടെയൊക്കെ ഡ്രോണും മിസൈൽ അയക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഖത്തർ ഈ ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മധ്യസ്ഥം വഹിച്ചിരുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിലൂടെയാണ് ഈ നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഖത്തറിലാണ് മറ്റേ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻകാരെ നേർവഴിക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമം അമേരിക്കയായിട്ടുള്ള ചർച്ചയൊക്കെ നടന്നത് ദോഹയിൽ വെച്ചാണ്. അതേ ദോഹയിൽ തന്നെയാണ് ഗസയുടെ യുദ്ധം അവസാനിപ്പിക്കാനായി കഴിഞ്ഞ 22 മാസമായിട്ട് ചർച്ച നടത്തുന്നത്. അതിലൊരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഖത്തറിലേക്ക് കയറി ആരും ബോംബ് ചെയ്യില്ല. അത് അമേരിക്കയും ചെയ്യില്ല, ഇസ്രായേലും ചെയ്യില്ല. പക്ഷെ അത് ഒരു തരത്തിൽ ആ ഒരു ഉറപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് അടിയന്തരമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗം ചേർന്നത്. അവിടെ ഒരുപക്ഷെ ഇസ്രായേൽ പ്രതീക്ഷന് വിപരീതമായിട്ടാണ് നടന്നത്. അമേരിക്ക അടക്കം ഏകകണ്ഠമായിട്ട് ഇസ്രായേലിനെ എതിർക്കുന്ന പ്രമേയം പാസ്സായി എന്നുള്ളതാണ് ഒരുപക്ഷെ ഇസ്രായേൽ ലോകത്ത് കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് കാണേണ്ടത്. എന്ന് മാത്രമല്ല, ഇതുവരെ പല കാര്യങ്ങളിലും മൗനം പാലിച്ചിരുന്ന ഇന്ത്യ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചെന്ന് മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഖത്തറിൻ്റെ ഭരണാധികാരിയെ വിളിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. അവിടുത്തെ ഷെയ്ഖ് അൽത്താനിയുമായിട്ട് ദീർഘനേരം ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചു. ഇന്ത്യയും ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞു. അതിനെക്കുറിച്ച് 2 അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ച രാജ്യമാണെന്നൊക്കെ. പക്ഷേ ഇസ്രായേൽ കൈവിട്ട് കളിക്കുകയാണെന്ന് അമേരിക്ക പോലും പറഞ്ഞിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അതൃപ്തി രേഖപ്പെടുത്തി. എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഇതാദ്യമായി അമേരിക്ക ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി എന്നുള്ളത് തന്നെയാണ്. കാരണം ഖത്തർ SKN ഒരുപക്ഷെ അമേരിക്കയുടെ ഗൾഫിലെ ഏറ്റവും വലിയ താവളം, എല്ലാ താവളങ്ങളെയും ഏകോപിപ്പിക്കുന്ന താവളം ഖത്തറിലെ ദോഹയിലാണ്. അവിടെയാണ് ഇറാൻ അടിച്ചത്. അമേരിക്ക ഇടപെട്ട് യുദ്ധം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ നിർത്തുകയും ചെയ്തു ഇറാൻ ഇസ്രായേൽ. അപ്പോൾ ആ തരത്തിൽ തന്ത്രപ്രധാനമായ സ്ഥലത്തേക്കാണ് ഇസ്രായേൽ അടിച്ചത്. ഇസ്രായേൽ ആരെയും കൂട്ടാക്കുന്നില്ല എന്ന തരത്തിലാണ് പോകുന്നത്. ഇപ്പോൾ അവർ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഖത്തർ വിട്ട് ഹമാസ് പോകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ നാട് കടത്താനും കൊല്ലാനും ഇനിയും ശ്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും ഹമാസ് ഇതിനെയൊക്കെ തള്ളി പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ രൂക്ഷമാവുന്നു. ഗസ സിറ്റി പിടിച്ചടക്കാനുള്ള നീക്കവുമായിട്ട് ഇസ്രായേൽ വ്യോമാക്രമണവും കരയുദ്ധവും തുടരുകയാണ്. നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്. വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പട്ടിണി കിടന്ന് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ നരകത്തിൻ്റെ വാതിലുകൾ അവിടെ തുറക്കുമെന്ന് ഇസ്രായേലിൻ്റെ ഭരണകൂടം പറഞ്ഞത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്ലാത്തൊരു രീതിയിലേക്ക് പശ്ചിമേഷ്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. SKN ജെയിംസ്, ഇന്ന് സ്വർണ്ണവില വീണ്ടും കൂടി കേട്ടോ. 81,600 രൂപയായി. ഇതിനകത്ത് വിദേശ ഇടപെടൽ എന്തെങ്കിലും കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും യുദ്ധങ്ങളൊക്കെ ഒരു കാരണമുണ്ടല്ലോ SKN. അതുകൊണ്ട് ഈ ടാരിഫ് വാർ ഒരുപക്ഷെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഈ ട്രംപിന് തോന്നുമ്പോഴാണല്ലോ ഇതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ട്. ലോകം മുഴുവൻ ലോകക്രമം മാറിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക വ്യവസ്ഥയിൽ മുഴുവൻ അനിശ്ചിതാവസ്ഥയാണ്. അപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്വർണത്തിലൊക്കെയാണ്. സ്വർണ്ണവില കൂടും. ഇപ്പോൾ ഈ പോളണ്ടിലേക്ക് ഈ റഷ്യൻ ഡ്രോൺ അതിക്രമിച്ച് കടന്നത് ബോധപൂർവം തന്നെയാണെന്ന് പോളണ്ട് പറയുന്നു. ഇതൊരു ചെറിയ പിഴവ് പറ്റിയതാണോ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് സംശയം പറയുമ്പോഴാണ് പോളണ്ട് ഇത് വളരെ റഷ്യ മനഃപൂർവ്വം ചെയ്ത നടപടിയാണ് എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചോ? SKN ഒരു പക്ഷേ ഈ 3.5 വർഷം കഴിഞ്ഞ ഉക്രൈൻ യുദ്ധത്തിൽ നാറ്റോയുടെ ഒരു ഇടപെടൽ ഉണ്ടായ ഒരു സംഭവമാണിത്. നാറ്റോ എന്ന് പറയുമ്പോൾ 32-ലേറെ രാജ്യങ്ങൾ, യൂറോപ്പും അമേരിക്കയും ഒക്കെ ചേർന്ന സഖ്യമാണ്, സൈനിക സഖ്യമാണ്. അവിടെ പോളണ്ടിൻ്റെ അതിർത്തി കടന്ന് റഷ്യൻ ഡ്രോണുകൾ വന്നത് ബോധപൂർവമാണെന്ന് പോളണ്ട് ആരോപിച്ചിരിക്കുന്നു. ട്രംപ് ഒരു പോയിന്റ് ഓഫ് ഡൗട്ട് കൊടുത്തിട്ടുണ്ട്. ട്രംപിന് ഇപ്പോഴും റഷ്യയോട്, പുടിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുകൊണ്ട് ട്രംപ് പറഞ്ഞത് ഇതൊരു അബദ്ധം പറ്റിയതാകാം എന്നാണ്. പക്ഷേ യൂറോപ്പിലെ രാജ്യങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, റഷ്യൻ ഡ്രോണുകൾ നാറ്റോ സഖ്യത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ ചെന്ന് വെടിവെച്ച് ഇട്ടു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയും നാറ്റോയും നേർക്കുനേർ വരുന്നു. ഉക്രൈൻ കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് റഷ്യ ആക്രമണം നടത്തുമെന്ന് പോളണ്ടിൽ, ലിത്വാനിയയിൽ,
നേരത്തെ റഷ്യയുടെ ഭാഗമായിരുന്ന മറ്റ് റിപ്പബ്ലിക്കുകൾ, ജോർജിയ അടക്കമുള്ള റിപ്പബ്ലിക്കുകൾ പിടിച്ചടക്കാൻ റഷ്യ ശ്രമിക്കുമെന്ന് യൂറോപ്പിന് പേടിയുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് റഷ്യക്കെതിരെ നിൽക്കുന്നത്. അപ്പോൾ അതിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ കൂടി നാറ്റോ ശക്തികൾ ഭയങ്കര അലേർട്ടായിരിക്കുന്നു. അവർ രക്ഷാകവചം തീർക്കാനുള്ള നീക്കത്തിലാണ്. എന്തായാലും ഇതൊക്കെ ഒരു തരത്തിൽ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഒപ്പം SKN ഈ ട്രംപ് ഇക്കാര്യത്തിലും വലിയ പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴും ട്രംപിൻ്റെ കാലിനടിയിലെ മണ്ണ് പോകുന്ന തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തനായ ആൾ കൊല്ലപ്പെട്ട കാര്യം ഇപ്പോൾ അമേരിക്കയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ചാൾസ് കെർസ്കിനെ കൊലപ്പെടുത്തിയത് ഉട്ടായിലെ ക്യാമ്പസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3000 ആൾക്കാരുടെ ഇടയിൽ നിന്നാണ്. അദ്ദേഹം ഈ അതിക്രമത്തെക്കുറിച്ചും മറ്റേ തോക്കുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുമ്പോഴാണ് ഈ കഴുത്തിൽ വെടിയേറ്റത്. ദൂരെ നിന്ന് ലക്ഷ്യം വെച്ചൊരു അക്രമിയാണ് വെടിവെച്ച്. അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. SKN. ഓക്കെ, താങ്ക് യു വി ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.